നമസ്കാരം. സി ന്യൂസ് ലൈവ് വത്തിക്കാൻ നോട്ടീസിലേക്ക് സ്വാഗതം. ഞാൻ വിനോ പീറ്റേഴ്സൺ. പ്രധാന വാർത്തകൾ. ദൈവികമായ ദാനം ജലം അശുദ്ധമാക്കരുതെന്നും അത് ഭാവി തലമുറകളുടെ പാരമ്പര്യ സ്വത്താണെന്നും ഓർമ്മിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ളവരല്ല വൈദികർ. വൈദിക പരിശീലനം സെമിനാരിയിൽ അവസാനിപ്പിക്കേണ്ടതല്ല. വൈദികരോട് മാർപ്പാപ്പ. അന്താരാഷ്ട്ര ഹാസ്യ നടീനടന്മാരും കലാകാരന്മാരുമായി കൂടിക്കാഴ്ച നടത്താൻ മാർപ്പാപ്പ. കൂടിക്കാഴ്ച ജൂൺ 14 വെള്ളിയാഴ്ച. ലൗകികതയുടെ തടവറയിൽ കഴിയാതെ യേശുവിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാകാൻ ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പയുടെ ഞായറാഴ്ച സന്ദേശം. ഫ്രാൻസിസ് പാപ്പ കോസ്റ്ററിക്കയിലെ സാൻ ഹൊസയിൽ ജൂൺ 7-8 തീയതികളിൽ സമുദ്ര സംബന്ധിയായ പ്രവർത്തനത്തെ സംബന്ധിച്ച് മാറ്റത്തിൽ മുഴുകി എന്ന ശീർഷകത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഉന്നതതല പരിപാടിയോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിലാണ് ജലത്തിന്റെ മൂല്യം എടുത്തു കാട്ടിക്കൊണ്ട് സംസാരിച്ചത്. ജലത്തെ സഹോദരി എന്ന് അഭിസംബോധന ചെയ്യുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സൃഷ്ടിഗീതം അനുസ്മരിച്ചുകൊണ്ട് പാപ്പ ഭക്ഷ്യസുരക്ഷയിൽ ജലത്തിന്റെ പൊതുവായ ഉപയോഗം, കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിൽ ജലത്തിന്റെ എളിയ പ്രവർത്തനം എന്നിവ വിലമതിക്കാനും അതിന്റെ അമൂല്യമായ സൗന്ദര്യം വീണ്ടെടുത്തു നൽകുന്നതിനായി മലിനീകരണത്തെ എതിരെ പോരാടാനും ആണ് ആഹ്വാനം ചെയ്തത്. ജലത്തിന്റെ നൈർമല്യം നാം നശിപ്പിക്കരുതെന്നും വരും തലമുറകൾക്ക് അവകാശമായി നാം അത് നൽകണമെന്നും പാപ്പ പറഞ്ഞു. ദൈവത്തിന്റെ ഈ ദാനത്തെ അമൂല്യമായി കണക്കാക്കുന്നതിന് പകരം നമ്മൾ അതിനെ ഒരു വിനിമയ നാണയമായും ഊഹക്കച്ചവടത്തിനുള്ള വസ്തുവായും എന്തിന് കൊള്ളയടിക്കാനുള്ള ഉപാധിയായും മാറ്റുന്നുവെന്നും പാപ്പ ആശങ്ക പ്രകടിപ്പിച്ചു. വൈദികർക്കായുള്ള ഡിക്കാസ്റ്ററിയുടെ പ്ലീനറി അസംബ്ലിയിൽ പങ്കെടുത്തവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഫ്രാൻസിസ് പാപ്പ വൈദികരുടെ പരിശീലനത്തിൽ വേണ്ട തുടർ രൂപീകരണത്തിന്റെയും ദൈവബലി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയും സ്ഥിരം ഡയക്കണേറ്റിന്റെ പങ്കിന്റെയും അടിസ്ഥാനം അടിവരയിട്ട് പറഞ്ഞു. ലോകമെമ്പാടുമുള്ള വൈദികർക്കും ഡീക്കന്മാർക്കും അവരുടെ അർപ്പണബോധത്തിനും ഔദാര്യത്തിനും ഹൃദയംഗമമായ നന്ദി പാപ്പ അറിയിച്ചു. പൗരോഹിത്യ മേധാവിത്വവും ആത്മീയ ലൗകികതയും ഉയർത്തുന്ന വെല്ലുവിളികൾ അംഗീകരിച്ച പാപ്പ പലപ്പോഴും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ വിശ്വസ്തയോടെ സേവനം ചെയ്യുന്ന ഭൂരിഭാഗം പുരോഹിതന്മാരെയും പ്രശംസിച്ചു. വൈദികരുടെ പരിശീലനം സെമിനാരി ജീവിതത്തോടെ തീരുന്നില്ലെന്നും രൂപീകരണ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കേണ്ട ഒന്നാണെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് സെമിനാരി പരിശീലനം മാത്രം മതിയാകുകയില്ല എന്ന് ഫ്രാൻസിസ് പാപ്പ ഊന്നി പറഞ്ഞു. സെമിനാരി വിദ്യാഭ്യാസത്തിനപ്പുറം തുടർച്ചയായ രൂപീകരണം ആത്മീയ വളർച്ചയ്ക്കും പക്വതയ്ക്കും ആവശ്യമാണെന്ന് പാപ്പ പറഞ്ഞു. പുരോഹിതന്മാർക്കിടയിലെ ഏകാന്തതയുടെ നിർണായകമായ പ്രശ്നത്തെ പാപ്പ ചൂണ്ടിക്കാട്ടി. ഈ യാത്ര ഒറ്റയ്ക്ക് നടത്താനുള്ളതല്ല, പാപ്പ പറഞ്ഞു. തുടർ രൂപീകരണത്തിന്റെ ഭാഗമായി വൈദികർക്ക് പിന്തുണയും ശക്തിയും അനുഭവപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാൻ ഒരു ആഗോള ശൃംഖല വളർത്തുന്നത് തുടരാൻ ഡിക്കാസ്റ്ററിയെ പാപ്പ പ്രേരിപ്പിച്ചു. പൗരോഹിത്യത്തിലേക്കുള്ള ദൈവവിളികൾ ഗണ്യമായി കുറഞ്ഞുവെന്ന് പാപ്പ അംഗീകരിക്കുകയും സമർപ്പിത ജീവിതം ഒരു സമ്മർദ്ദപരമായ വെല്ലുവിളിയായി അംഗീകരിക്കുകയും ചെയ്തു. കല, നർമ്മം, സാംസ്കാരിക സംവാദം എന്നിവയുടെ ആഘോഷത്തിന്റെ ഭാഗമായി ഫ്രാൻസിസ് പാപ്പ ജൂൺ 14 വെള്ളിയാഴ്ച വത്തിക്കാനിൽ അന്താരാഷ്ട്ര ഹാസ്യ നടീനടന്മാരും കലാകാരന്മാരുമായി കൂടിക്കാഴ്ച നടത്തും. വത്തിക്കാന്റെ വിദ്യാഭ്യാസത്തിനും സംസ്കാരത്തിനുമായുള്ള ഡിക്കാസ്റ്ററിയും ആശയവിനിമയത്തിനുള്ള ഡിക്കാസ്റ്ററിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ 100-ലധികം ഹാസ്യ നടീനടന്മാർ രാവിലെ 8:30 വത്തിക്കാനിൽ ഒത്തുചേരും. ഹാസ്യത്തിന്റെ സാർവത്രിക ഭാഷയിലൂടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും അന്തരീക്ഷം വളർത്തിക്കൊണ്ട് കത്തോലിക്ക സഭയും ഹാസ്യ കലാകാരന്മാരും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കുക എന്നതാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. അമേരിക്കൻ ഹാസ്യ നടന്മാരെ കൂടാതെ UK, അയർലൻഡ് എന്നിവിടങ്ങളിൽ നിന്നും കലാകാരന്മാർ എത്തുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരിൽ 3/2 ഭാഗവും ഇറ്റലിയിൽ നിന്നുള്ളവരായിരിക്കുമെന്നത് ശ്രദ്ധേയമാണ്. കർത്താവെ, എനിക്ക് നർമ്മബോധം നൽകണമേ. ഇറ്റാലിയൻ TV ചാനലായ TV 2000 നൽകിയ അഭിമുഖത്തിൽ സെന്റ് തോമസ് മൂറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഫ്രാൻസിസ് പാപ്പ കർത്താവിനോട് തനിക്ക് നർമ്മബോധം തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞത് വത്തിക്കാൻ പ്രത്യേകം പരാമർശിച്ചു. പ്രശസ്ത ഹാസ്യ കലാകാരന്മാരായ ജിമ്മി ഫാലൻ, സ്റ്റീഫൻ കോൾബർട്ട്, കോനൻ ഓബ്രിയൻ, ക്രിസ് റോക്ക്, ഹൂപ്പി ഗോൾഡ്ബെർഗ് എന്നിവർ പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. യേശുവിനെ മാതൃകയാക്കി ധനം, അധികാരം, ഉപരിപ്ലവത എന്നിവയോട് നിസ്സംഗമനഭാവം പുലർത്തുന്നവരാകണമെന്ന് വിശ്വാസികളെ ഉത്ബോധിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ. ദൈവത്തെ സമീപിക്കുന്നതിൽ നിന്ന് നമ്മെ തടസ്സപ്പെടുത്തുന്ന എല്ലാറ്റിനെയും ദൂരെയെറിയണമെന്ന് പാപ്പ ആവശ്യപ്പെട്ടു. സമ്പത്തിന്റെ കാര്യത്തിലും അധികാരവുമായി ബന്ധപ്പെട്ടും യേശു സ്വതന്ത്രനായിരുന്നു. ജനപ്രിയത തേടാതെ സത്യം പറയുക,
തന്നെ അനുഗമിക്കാൻ അനേകരെ വിളിച്ചെങ്കിലും അതിനായി ആരെയും അവിടുന്ന് നിർബന്ധിച്ചില്ല. അവിടുന്ന് ഒരിക്കലും ശക്തരായവരുടെ പിന്തുണ തേടിയില്ല, മറിച്ച് ഏറ്റവും ചെറിയവരുടെ പക്ഷം ചേരുകയും അങ്ങനെ ചെയ്യാൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ചെയ്തു. ഭീഷണികൾക്ക് മുൻപിൽ വഴങ്ങിക്കൊടുക്കാനോ വിലയ്ക്ക് വാങ്ങപ്പെടാനോ കർത്താവ് ഒരിക്കലും തന്നെ വിട്ടുകൊടുത്തില്ല എന്നും മാർപ്പാപ്പ പറഞ്ഞു. ഇവയെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് യേശു അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യവും അത് നമ്മെ പഠിപ്പിക്കുന്ന വിലയേറിയ ഒരു പാഠവുമാണ്. സുഖലോലുപത, അധികാരം, സമ്പത്ത്, അംഗീകാരം എന്നിവയാണ് നാം പിന്തുടരുന്നതെങ്കിൽ ക്രമേണ നാം അവയുടെ അടിമകളായി മാറും. പാപ്പ കൂട്ടിച്ചേർത്തു. ഞാൻ സ്വതന്ത്രനാണോ അതോ എന്റെയും മറ്റുള്ളവരുടെയും സ്വസ്ഥത കളയുന്ന വിധത്തിൽ സമ്പത്ത്, അധികാരം, നേട്ടങ്ങൾ എന്നീ മിഥ്യാധാരണകളുടെ തടവറയിലാണോ? ഞാൻ ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ സ്വാതന്ത്ര്യത്തിന്റെയും ആത്മാർത്ഥതയുടെയും ലാളിത്യത്തിന്റേതുമായ ശുദ്ധവായുവാണോ ഞാൻ പരത്തുന്നത്? ഈ ചോദ്യങ്ങൾ ഓരോരുത്തരും സ്വയം ചോദിക്കണമെന്ന് പാപ്പ വിശ്വാസികളോട് അഭ്യർത്ഥിച്ചു. ഈ ആഴ്ചത്തെ വത്തിക്കാൻ നോട്ടീസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണുന്നതുവരെ നന്ദി, നമസ്കാരം.